റമദാനില് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു നാരങ്ങ ഉണ്ടാക്കിയെടുത്താലോ? നല്ലൊരു നാരങ്ങ സർബത്താണ് ട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കുക. നല്ല ഒരു ക്ഷീണമൊക്കെ മാറാൻ കിട്ടാനൊക്കെയായിട്ടും രക്തം ഉണ്ടാവാനൊക്കെയായിട്ടും നല്ലതായിട്ട് ഈ ഒരു സർബത്ത്. അപ്പോൾ നാരങ്ങ കിട്ടുമ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ സർബത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമുക്കൊരു കുറച്ച് കസ്കസ് വെള്ളത്തിലിടുന്ന കുതിർത്തി മാറ്റി വയ്ക്കാം. കസ്കസ് കുതിരാൻ ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, 5 മിനിറ്റ് മതി. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് കഷ്ണം ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ട് ചെത്തിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ. കറക്കി കൊടുക്കില്ല, അവിടെ ഇട്ടേരെ കറക്കി കൊടുക്കാം പിന്നീട് കേട്ടോ. ഇന്നിട്ടല്ല നമുക്ക് ഒരു നാരങ്ങയുടെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് തൊലി ആദ്യം ചെത്തി കളയാം. അതുപോലെ തന്നെ കുരു കുത്തി കളയാം കേട്ടോ. അതല്ലെങ്കിൽ കുരു ഇട്ടടിക്കുമ്പം നമുക്ക് നാരങ്ങ വെള്ളത്തിന് ഭയങ്കര കയ്പ്പ് വീഴും. അപ്പോൾ കയ്പ്പ് വീഴാതിരിക്കാനായിട്ട് കുരു കളഞ്ഞേരെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഒരു ഏലക്കയുടെ പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് കുറച്ചിട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലങ്ങനെ അടിച്ചെടുത്തോ. നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് നോക്കിക്കാൻ നല്ല കളറല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള കളറാണ്. നിങ്ങൾക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമല്ലേ നോമ്പുറക്കൊക്കെ, അപ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നല്ല കാണാനും നല്ല ലുക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത്തിരി ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ കസ്കസ് ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഇട്ട് കൊടുത്തോ. നല്ല രുചിയാണ്, ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഇടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മൾ ചാനൽ സബ് ചെയ്തവരാണെങ്കിൽ സബ് കൂടി ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ.